ശ്രീ ഉത്തമൻ കാടഞ്ചേരിയാണ്. 40 വർഷത്തോളമായി ഫോട്ടോഗ്രാഫി രംഗത്ത് സജീവ സാന്നിധ്യമായ ശ്രീ ഉത്തമൻ കാടഞ്ചേരി ഫോട്ടോഗ്രാഫി കൂടാതെ സംവിധാന രംഗത്തും കൈമുദ്ര പതിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. നിളയുടെ പുനർജനി എന്ന അവാർഡിനർഹമായ ഒരു ഡോക്യുമെൻ്ററിയും ചുഴി എന്ന ഹ്രസ്വചിത്രവും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. സ്നേഹാദരങ്ങളോടെ ശ്രീ ഉത്തമൻ കാടഞ്ചേരിയെ ക്ഷണിക്കുന്നു. ഹലോ, നമസ്കാരം എല്ലാവർക്കും. 1996 ജ്ഞാനപീഠം അവാർഡ് കിട്ടി. ആദ്യമായിട്ടുള്ള സ്വീകരണം കിട്ടുന്നത് എടപ്പാളിലെ ശുഗപുരത്ത് പള്ളിപ്പാട് മാഷ് ഒരുക്കിയ ഒരു സ്വീകരണമായിരുന്നു. അത് കവർ ചെയ്തുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് MT സാറിനെ അടുത്ത് ഇടപഴകുന്നത്. അത് കഴിഞ്ഞു 2012 മുതലാണ്. അതുവരെയൊക്കെ ഈ ഒഫീഷ്യൽ ചിത്രങ്ങളൊക്കെ നമ്മൾ പകർത്തിയിരുന്നു എന്നല്ലാതെ MTയെ വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെ ക്യാപ്ചർ ചെയ്യൽ ഞാൻ തുടങ്ങിയിരുന്നില്ല. കാരണം ഇവരൊക്കെ പറഞ്ഞ മാതിരി തന്നെ അടുത്തേക്ക് എത്താനുള്ള ഒരു ഭയം തന്നെയായിരുന്നു എല്ലാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മകളുടെ വിവാഹം, റാണി എന്ന് പറഞ്ഞ കുട്ടിയുടെ വിവാഹം ഉണ്ടായിരുന്നു. അതിന് വീഡിയോ കവറേജിനൊക്കെ എന്നെയാണ് വിളിച്ചത്. അപ്പോൾ കൂടുതൽ അടുത്തു. അത് കഴിഞ്ഞ് കാർത്തിയാനി ഒപ്പുവിൻ്റെ ഒരു പുസ്തക പ്രകാശനം ഉണ്ടായിരുന്നു, ഇലഞ്ഞിമരം സാക്ഷിന്ന്. അന്നാണ് ഞാൻ അദ്ദേഹത്തിനായിട്ട് ആദ്യമായിട്ട് മുഖാമുഖം കാണുന്നു, സംസാരിക്കുന്നു. അപ്പോൾ എന്നെ അടുത്തേക്ക് വിളിച്ചു. അന്ന് ഞാൻ കുട്ടിയാണ്, എനിക്ക് അന്ന് 20-21 വയസ്സേ ഉള്ളൂ. എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു, എവിടെയാണ് വീട് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കാടഞ്ചേരിയാണ്. കാടഞ്ചേരിയിൽ ഒരു ദിവാകര മേനോനുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഉണ്ട്, അത് എൻ്റെ അമ്മാമയാണ്. അപ്പോൾ TK പത്മിനി ആരാ? ഞാൻ പറഞ്ഞു ചിത്രകാരി TK പത്മിനി എൻ്റെ ചെറിയമ്മയാണ്. ഓ, അത് ശരി. ദർബാർ ഹാളിലെ ചിത്രങ്ങളൊക്കെ ഭദ്രമായിട്ട് ഇരിക്കുന്നില്ലേ? ഉണ്ട് എന്ന് പറഞ്ഞു. അത് എന്താ, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പരിപാടികൾ? അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഭംഗിയായിട്ട് ട്രസ്റ്റ് നടക്കുന്നു. എല്ലാ കൊല്ലവും അനുസ്മരണവും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ലളിതകലാ അക്കാദമിയിലെ ഒരു പ്രോഗ്രാമിന് ഞാനായിരുന്നു ഉദ്ഘാടകനൊക്കെ എന്നൊക്കെ പറഞ്ഞു. ചെറിയൊരടുപ്പം. ജീവിതത്തിൽ ആദ്യം സംസാരിച്ചതും ആദ്യം അവസാനം അത് മാത്രമാണ്. പിന്നീട് തുഞ്ചൻ പറമ്പിൽ 2012 മുതൽ ഞാൻ അദ്ദേഹത്തിനെ കുറേശ്ശെ അങ്ങനെ ഫോളോ ചെയ്തതിലുണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയ എൻ്റെ കുറച്ച് ചിത്രങ്ങൾ ആണ് എനിക്ക് അദ്ദേഹത്തിന് മനസ്സിലിടം കിട്ടാനുള്ളൊരു കാരണം. ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹം വളരെ ഏകാന്തനായിട്ടിരിക്കുന്നു. ഞാൻ മാത്രമേ അന്നുള്ളൂ. ഞാൻ വളരെ ചെറിയൊരു ഫ്ലാഷ് കുറേ ഡിസ്റ്റൻസിൽ വെച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ പല ആംഗിളിൽ നിന്നുള്ള കുറച്ച് ചിത്രങ്ങളൊക്കെ പകർത്തി. ഇദ്ദേഹം ഇടം കണ്ണിട്ട് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അതിലൊരു ചിത്രം ഞാൻ എടുത്തിട്ട് FBയിൽ പോസ്റ്റ് ചെയ്തു. FBയിൽ പോസ്റ്റ് ചെയ്ത അന്നാണ് അന്ന് തന്നെ ഒരു ഡിസൈനറുണ്ട് രാജേഷ് ചേലോട്. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഈ ഫോട്ടോ MTയുടെ പുതിയ കവർ ചട്ടയിലേക്ക് കിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനെന്താ തരാം. അപ്പോൾ പറഞ്ഞു അങ്ങനെ മുഴുവൻ പറ്റില്ല, അദ്ദേഹത്തിന് ഞങ്ങൾ വേറൊരു 8 ചിത്രം കൂടിയും കിട്ടിയിട്ടുണ്ട്, ഇതെല്ലാം കൂടി അദ്ദേഹത്തിന് കൊടുക്കും, അദ്ദേഹം അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങളതിൻ്റെ റെസൊല്യൂഷനുള്ള ഇത് തരണം എന്ന് പറഞ്ഞു. എന്താണ് നിങ്ങൾക്ക് അതിന് വേണ്ട ബെനിഫിറ്റ് വെച്ചെങ്കിൽ അത് പറയാം. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു 4 പുസ്തകം തന്നാൽ മതി അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞു. ഈ ചിത്രം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിനാണ് എനിക്ക് വലിയ സന്തോഷം. കാരണം നല്ലൊരു ഫോട്ടോഗ്രാഫറാണ് MTയുടെ ഒരു ലേഖനത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം കോഴിക്കോട് ധാരാളം ലൈബ്രറികൾ ഉണ്ടായിരുന്നപ്പോഴും പീതാംബർ സ്റ്റുഡിയോയിലായിരുന്നു എൻ്റെ വാസം എന്ന്. പീതാംബർ സ്റ്റുഡിയോ എന്നാണ് ഞാൻ ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും ഫോട്ടോഗ്രാഫിയുടെ ക്രൈസ് കാരണമാണ് ഞാൻ അവിടെയാണ് പോയിരിക്കുക. അങ്ങനെയാണ് പുതിയ അപ്ഡേഷനുകളൊക്കെ ഞാൻ മനസ്സിലാക്കിയിരുന്നത്. കൂടല്ലൂരിലുള്ള സമയത്തും എനിക്ക് ഫോട്ടോഗ്രാഫി നല്ലവണ്ണം ഇഷ്ടമായിരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ ബാലകൃഷ്ണൻ നായർ നല്ല ഫോട്ടോഗ്രാഫറായിരുന്നു. എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ മകൻ മധുവേട്ടൻ ഞങ്ങളുടെയൊക്കെ സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ ഫോട്ടോഗ്രാഫിയിലെ കമ്പം അന്നേ എനിക്കുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സ്ഥലം കൂടിയും കിട്ടിയപ്പോൾ ഏറ്റവും നന്നായി.
പക്ഷേ അതെനിക്ക് അധിക കാലം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം കടുത്ത സാമ്പത്തിക ബാധ്യത വരുന്നൊരു കാര്യമാണ്. കളർ ഫിലിമൊക്കെ ആയപ്പോഴേക്ക് 36 ഫിലിം വാഷ് ചെയ്തിട്ട് അദ്ദേഹം ഡിസ്കൗണ്ടുകളൊക്കെ തന്നാലും എനിക്ക് ഭയങ്കരതായി. അങ്ങനെ ഞാൻ മെല്ലെ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ കറുപ്പും വെളിച്ചവും തമ്മിലുള്ള ചിത്രങ്ങളെക്കുറിച്ച് അദ്ദേഹം വാതോരാതെ അതിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരാളുടെ അടുത്തേക്ക് ഇങ്ങനൊരു ചിത്രം കിട്ടുമ്പോൾ എനിക്കൊരു ചെറിയ ശങ്കയൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷേ 3-ാം ദിവസം തന്നെ രാജേഷ് എന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ചിത്രങ്ങൾ അദ്ദേഹം സെലക്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് ഞങ്ങൾക്ക് അയച്ചു തരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഗ്രീൻ ബുക്സിൻ്റെ കവർച്ചട്ടയാണ് വരുന്നത്. പിന്നീട് ഏതാണ്ട് 6-7 ചിത്രങ്ങളിലെ കവർച്ചട്ട എൻ്റെ ഇതായിട്ട് പല മാഗസീനുകളുടെ എൻ്റെ ചിത്രങ്ങൾ തന്നെയായിട്ടാണ് വന്നത്. അപ്പം അദ്ദേഹത്തിന് ഈ ചിത്രം കൊണ്ടു കൊടുക്കാൻ എനിക്ക് പോകണം. അന്ന് ഈ പറഞ്ഞ മാതിരി മറ്റേ ഒരു സതീഷ് ജീനെയാണ് ഞാൻ വിളിച്ചു. അപ്പോൾ പറഞ്ഞു ഒരു ദിവസം അപ്പോയിൻമെൻറ്റ് തരാൻ പറഞ്ഞു. അപ്പോൾ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നു കോഴിക്കോട് ചെന്നിട്ട് ഞാൻ ഈ ചിത്രം അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അദ്ദേഹം ഈ ചിത്രം അല്പനേരം നോക്കിയിട്ട് അതങ്ങോട്ട് വെച്ചിട്ട് എനിക്കൊരു ഷെയ്ക്കൻഡ് തന്നു. ആ ഷെയ്ക്കൻഡ് ആണ് അദ്ദേഹത്തിൻ്റെ എനിക്ക് കിട്ടിയ വലിയൊരു അവാർഡായിട്ട് ഞാൻ അന്ന് കാണേണ്ടത്. അവിടെ നിന്നാണ് എൻ്റെയാണ് ഇവിടെ ഇന്ന് നടക്കുന്ന ചിത്ര പ്രദർശനം. എൻ്റെ ഫോട്ടോഗ്രാഫുകളാണ്. ആ ചിത്രത്തിൽ കൂടുതലും ഞാൻ ശ്രദ്ധിച്ചത് അദ്ദേഹത്തിൻ്റെ കൈകളാണ്. ആ കൈകളുടെ കുറേ മാനറിസങ്ങളുണ്ട്. പിന്നെ അരണ്ട വെളിച്ചത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കുറച്ച് ചിത്രങ്ങളും. ഇതായിരുന്നു എനിക്കിത്. കഴിഞ്ഞ കൊല്ലം ഞാനത് ചെയ്യാനായിരുന്നു തീരുമാനിച്ചത്, അദ്ദേഹത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ കൊല്ലം മനോജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൈക്കത്ത് നിന്ന് വന്ന ഒരു അദ്ദേഹത്തിൻ്റെ 4 കെട്ടിൻ്റെ കുറേ ചിത്രങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇക്കൊല്ലം ചെയ്യാമെന്ന് തീരുമാനിക്കുമ്പോഴേക്ക് അത് കാണാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായിട്ടില്ല. എങ്കിലും ഏതൊരു വ്യക്തിയുടെയും മാതിരി തന്നെ MT എന്ന് പറയുന്ന ആ 2 അക്ഷരം മനസ്സിൽ പതിയുക എന്നുള്ളത് വല്ലാത്തൊരവസ്ഥയാണ്. കാരണം എൻ്റെ അച്ഛൻ, അമ്മ എല്ലാവരും നല്ലവണ്ണം വായിക്കും. എടശ്ശേരിയുടെ വീട്ടിലായിരുന്നു എൻ്റെ അമ്മ താമസിച്ചിരുന്നത്. എൻ്റെ അമ്മ ഒരു കാലില്ലാത്ത ഒരു വനിതയായിരുന്നു. അപ്പോൾ AV ഹൈസ്കൂളിലേക്ക് ഇവിടുന്ന് 13 കിലോമീറ്റർ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോകണം. അങ്ങനെയാണ് എടശ്ശേരിയുടെ വീട്ടിൽ എൻ്റെ അമ്മ താമസിക്കുക. കാരണം അമ്മയ്ക്ക് മുട്ടിൻ്റെ മുകളിൽ ഇഴഞ്ഞിട്ട് ഇങ്ങനെ നടക്കാൻ മാത്രമേ പറ്റൂ. അങ്ങനെ AV ഹൈസ്കൂളിൻ്റെ അടുത്ത് എടശ്ശേരിയുടെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് അവിടുന്നാണ് ഇവരെയൊക്കെ എല്ലാവരെയും എൻ്റെ അമ്മ കാണുക. അമ്മ ധാരാളം വായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആദ്യമായിട്ട് ഇതേമാതിരി ഞങ്ങൾ വായിച്ചിരുന്ന, ഞാനും എൻ്റെ ഏട്ടനൊക്കെ ആദ്യം വായിച്ചിരുന്ന കുറ്റാന്വേഷണ കഥയാണ് കോട്ടയം പുഷ്പനാഥിൻ്റെ. അവിടുന്ന് ഞങ്ങളൊക്കെ മാറാൻ കാരണം ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് 4 കെട്ട് പുസ്തകം വന്നതിന് ശേഷം. അന്നെനിക്ക് 15 വയസ്സാണ്, ഇന്നിപ്പോൾ 59 വയസ്സാണ്. അവിടുന്ന് ഇങ്ങോട്ട് ഇന്നിപ്പോൾ എൻ്റെ ശേഖരത്തിൽ MT എന്ന് പറയുന്ന ഏത് വ്യക്തി എത്ര നല്ലതാണോ ചീത്തയാണോ ഒന്നും നോക്കാതെ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസിദ്ധീകരണങ്ങളും ഞാൻ വാങ്ങി കളക്ട് ചെയ്ത ഒരാളാണ്. അപ്പോൾ MT എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു സുഹൃതം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നിഴൽ ഏറ്റവും ഇഷ്ടം എനിക്ക് അദ്ദേഹം ഈ കഥകൾക്കും കഥാപാത്രങ്ങൾക്കും എല്ലാവർക്കും ഇടുന്ന ടൈറ്റിലുകളാണ്. ചിലതിന് ഒരു തുലാക്കാറ്റ് പോലെ, അങ്ങനെ ഓരോരോ വേർഡ്സുകൾ. ആ 2-ാം മുഴം എന്ന് പറയുന്ന ബുക്കിൽ നിന്നുള്ള എത്ര നിർത്ത കവിത മാതിരിയായിരുന്നു വേർഡുകളൊക്കെ. അപ്പോൾ എല്ലാം കൂടി തലയിൽ കടുത്ത ആരാധനയായിട്ട് ഇരിക്കുന്ന ആൾ. ആരെങ്കിലും ഒരാൾ അദ്ദേഹം ഒരു ബീഡി വലിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് പറയുകയാണെങ്കിൽ തന്നെ അത് എന്നെ വളരെ അസ്വസ്ഥനാക്കിയിരുന്നു. ഞാൻ അവിടുന്ന് ഒഴിഞ്ഞു മാറി എണീച്ചു പോവും. ഇതൊക്കെയാണ് എനിക്കൊരു ഓർമ്മ. എന്തായാലും ഇന്ന് വന്നിവിടെ ഇരിക്കുന്ന എല്ലാവരും MTയുടെ ഈ ചിത്രങ്ങളൊക്കെ കാണണം. ഇവിടെ വേദിയിലിരിക്കുന്ന ഫോട്ടോഗ്രാഫർമാരോട് എനിക്ക് പറയാനുള്ളത്, നമുക്കും എല്ലാവരും കൂടി ഒന്നിച്ചൊന്ന് ആ ചിത്രം പോയി കാണണം. അത് ജീവിതത്തിൽ എനിക്ക് ഇത്രയും വലിയ മഹാന്മാരെ, ഇത്രയും കേമന്മാർ ഇവിടെ പറഞ്ഞു നോക്കുമ്പോൾ ഇവരുടെ ഇടയിൽ ഞാനൊക്കെ വളരെ 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 ശിശുവാണ്. അപ്പോൾ അവരുടെ അടുത്തിരിക്കുമ്പോൾ ഈ മുസ്തഫ ഖാൻ്റെയൊക്കെ അടുത്തിരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ, കാരണം നമ്മളെപ്പോഴും അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്ന ഒരാൾ. ഭയങ്കര ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെയൊക്കെ ചിത്രങ്ങൾ.
ബിജുപാലിനെ വീണ്ടും പരിചയപ്പെട്ടു. ഇവരെല്ലാവരും നേരിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. മാതൃഭൂമി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കൃത്യമായിട്ട് എല്ലാവരും അറിയാൻ പറ്റി. നിറഞ്ഞ സന്തോഷം. നന്ദി, നമസ്കാരം.